നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 2 ആഗസ്റ്റ് 2025. അപ്പോൾ ഇന്ന് ലോകത്തോട് പറയുന്നത്, മുസ്ലിം ആളുകൾ കുറച്ചും കൂടി കണ്ടറിഞ്ഞ് ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. നിങ്ങൾ പല മയലുകളിലും മയൽ വിലക്കുണ്ടാക്കി നിരപരാധികളെ ആക്രമിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു ജുമായത്ത് പള്ളിയിൽ ജുമായ്ക്ക് പോയി. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് 2 ആഗസ്റ്റ് 2025. അപ്പോൾ ഇന്നലെ എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ തന്നെ BJP പ്രസിഡൻറ്റും മാത്രമല്ല എല്ലാ നല്ലവരായ വീട്ടമ്മമാർക്ക്, നല്ല ആൾക്കാർക്കൊക്കെ ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പള്ളിയിൽ പോയാൽ, പള്ളിയിൽ നിൽക്കണ്ട, ചുരുക്കം പള്ളിയിൽ പോയാൽ നിങ്ങൾ ഞാൻ നിൽക്കുന്ന പോലെ നടക്കുന്ന പോലെ നിങ്ങൾക്കും ആവണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിനൊരു 20,000 രൂപ നിങ്ങൾ ചിലവഴിക്കണം. തന്തമാർ, വയസ്സായവർ, നിങ്ങൾ 800 തലമുറക്ക് കുറ്റം ചെയ്യരുത്. 800 തലമുറ മുകളിലേക്കും താഴോട്ടും നിങ്ങൾ കുറ്റം ചെയ്യരുത്. അത് കുറ്റം ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊരു ബോധവൽക്കരണമൊന്നുമല്ല. ഇതിൽ പല കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ നിങ്ങളുടെ വാപ്പാർക്ക് നിങ്ങൾ സഹായം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ചെയ്യില്ല. ഇനിയുള്ള തലമുറ ഇതിലേക്കല്ല തള്ളി വേണ്ടത്. നമ്മൾ ഒരു കുടുക്ക് കൊടുക്കുന്ന ആളുകളെ സഹായിക്കാനുള്ളൊരു സന്മനസ് ഉണ്ടാവട്ടെ. എങ്ങനെയാണ് അതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ചികിത്സാ ചെലവ് ഉണ്ടാക്കുന്നത് 800 കോടി രൂപ, 8,000 കോടി രൂപ ഒക്കെ ചിലവഴിച്ചിട്ടാണ്. അതായത് അതിൻ്റെ ശരിക്കുള്ള കണക്ക് പറഞ്ഞാൽ 550 മില്യൺ അമേരിക്കൻ ഡോളർ ചികിത്സാ തട്ടിപ്പ് വാങ്ങി നിങ്ങൾ നിഷ്ഠൂരമായി കൊന്നു കളയുന്ന സന്ദർഭമാണുള്ളത്. ഇതിൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഡോക്ടർമാരാവും, അല്ലെങ്കിൽ നേഴ്സുമാരാവും, അല്ലെങ്കിൽ മെഡിക്കൽ മരുന്ന് വിതരണം, ഹോൾസെയിൽ വിതരണം നടന്ന് വിതരണം ചെയ്യുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ വിതരണക്കാരായി. ഇവർ പറയുന്നത് കള്ളമാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കണം. എന്നിട്ട് നിങ്ങൾ ജീവിക്കാൻ വേണ്ടി നോക്കണം. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെല്ലാം നോക്കണ്ട, നമുക്ക് ഓടി നടന്ന് ജീവിക്കണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഈ രോഗം മാറിയാൽ നിങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു തെങ്ങും തൈ, ഒരു വാഴ തൈ, ഒരു നെല്ലിൻ്റെ കരി ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് കാണിക്കണം. മറ്റുള്ളവർക്ക് ആക്രമണം ചെയ്യാനും വേണ്ടി നേതൃത്വം നൽകാൻ ഒരു പള്ളി ഇറങ്ങരുത്. ആക്രമണം ചെയ്യാൻ അങ്ങനെ പള്ളികളുടെ കണക്കാണ് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെയൊക്കെ പിന്നിൽ ലീഗുകാർ ചെയ്ത തമ്മാടിത്തരം തന്നെയാണ്. ഞാൻ ഈ കയ്യേറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് എന്നല്ല, ലോകത്ത് ഒരാളുടെ അടുത്തും വിലപ്പോവില്ല. നിങ്ങളോട് മാത്രമല്ല തെറ്റ് ചെയ്യണം. എന്നോട് BJP ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ മര്യാദ രീതിയിൽ നിൽക്കണം. അത് മര്യാദ ആയിരിക്കണം. അതിൽ നിങ്ങൾക്ക് വിശപ്പും ദാഹവും വിഷമൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നിങ്ങൾ എടുത്തു ചാടി ഓരോന്ന് ചെയ്താൽ സപ്പോർട്ടിന് ഞങ്ങളെ നോക്കേണ്ടത്. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഒരാൾ കസാല ഇട്ടിട്ട് ഇരിക്കാൻ പള്ളിക്ക് പോകരുത്, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് പോകരുത്. കസാല ഇട്ടിട്ട് നിങ്ങൾ ഇരിക്കുകയൊക്കെ, അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിയവരാണ് ഇരിക്കുകയൊക്കെ ചെയ്യുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ രോഗമില്ലാതിരിക്കണം. മുട്ട് വളയുന്നില്ല, തണ്ടൽ വളയുന്നില്ല. അതിൻ്റെ 2-3 കാര്യം: ഒന്ന് പൊടിയുപ്പ് ഉപയോഗിച്ചത് കൊണ്ടാണ്, രണ്ടാമത് മിൽമപ്പാൽ ഉപയോഗിച്ചത് കൊണ്ടാണ്, മൂന്നാമത് ഷുഗറിൻ്റെ മരുന്ന് നിങ്ങൾ 1-ൽ കൂടുതൽ തവണ കഴിച്ചത് കൊണ്ടാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ പോയിട്ട് നിങ്ങൾ ആ കുഴൽ കിണറടിക്കലൊക്കെ ഒന്ന് മാറ്റി വെച്ച്, നിങ്ങളുടെ കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെടുത്ത് കൊണ്ടുപോകാൻ മോട്ടോർ സംവിധാനമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ, നിങ്ങൾ ചെയ്യേണ്ടത് അവരോട് പറഞ്ഞാൽ മതി, അവർ ചെയ്തോളൂ. ചെയ്ത് കൊടുത്താൽ ഇതൊക്കെ നന്നാവുമെന്ന് മാത്രമല്ല, ഇതിൽ ആദ്യം നന്നാവുന്നത് നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരൊക്കെ പറയാൻ പറ്റും. ഒരു വീട്ടമ്മ, പിന്നെ ഏത് വീട്ടമ്മയാവട്ടെ, ഏത് മൗലവിയുടെ മകളാകട്ടെ, കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു 15 ദിവസം, ഒരു മാസം മുന്നേ ബോധവൽക്കരണം നടക്കണം. ബോധവൽക്കരണം നടക്കുക എന്ന് പറഞ്ഞാൽ, ഇവൾ ഭാര്യയാണ്. ഒരു ഭാര്യയുടെ കടമ എന്താണ്, അതുപോലെ ഭർത്താവ് ആരാണ്. ഈ ബോധവൽക്കരണം 1, 2, 3 തവണയും വേണ്ടു. ഈ കാര്യങ്ങളൊക്കെ പാടാൻ മനസ്സിലാക്കി അത് അവരെ കൊണ്ട് പറയിക്കണം. എന്നിട്ട് അവർ പോകും. അങ്ങനെ വരുമ്പോൾ ഒരു പെണ്ണും ആത്മഹത്യ ചെയ്യില്ല. ഒരു കുടുംബ കോടതി എവിടെയും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തെറ്റായിട്ടുള്ളൊരു കഥ തൻ്റെ പിന്നെ മാതാവും പിതാവും പറയില്ല.
ഇപ്പം നിലവിൽ നിങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് ഞാൻ പറയുന്നത്. ഇപ്പം ചില ഭാഗങ്ങളൊക്കെ ചെന്ന് നോക്കിയാൽ സ്വന്തം മക്കൾ ഉമ്മാനെ പണിയെടുക്കുന്നുണ്ട്, സ്വന്തം ആങ്ങള പെങ്ങളെ പണിയെടുക്കുന്നുണ്ട്. അത് ഒരു പെങ്ങളല്ല, 25 പെങ്ങന്മാരുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നിലവിൽ ഇതൊക്കെ എൻ്റെ അഭിപ്രായം, ഇതൊക്കെ നിങ്ങളുടെ വിവരം ഇല്ലായ്മ തന്നെയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ പിന്നെ പോക്സോ കേസ് ഉപയോഗിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഞാനതൊന്നും ചെയ്യുന്നില്ല. ചെയ്യാത്തത് നിങ്ങൾ ബോധവൽക്കരണം ഇല്ലാത്തതിൻ്റെ ഫലമാണ് കാണുന്നത്. നിങ്ങൾ ഓരോ അമ്മമാരും പ്രസവിച്ചുണ്ടാക്കുന്നതാണ് എന്നെയും ഈ കണ്ടവരെയും. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ദ്രോഹമല്ല ചെയ്യുന്നത്, നിങ്ങളെ നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നത്. നിങ്ങൾ നന്നാവില്ല എന്നൊക്കെ എനിക്കറിയാം, ഈ നാട്ടിനെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ബോധവൽക്കരണം വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ രാജാവാക്കാൻ കഴിയില്ലേ? നിങ്ങളിവിടെ ആരുമില്ല. അത് നിങ്ങളിപ്പോൾ കണ്ടുവരുന്നതാണല്ലോ. വീട്ടിലെ കഞ്ഞി നഷ്ടപ്പെട്ട നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരുത്തിയൊന്നും കഞ്ഞി കിട്ടില്ല, കഞ്ഞി പോയിട്ട് വെള്ളം കിട്ടില്ല. അതാണ് ശരി. അപ്പോൾ നിങ്ങൾ വീട്ടിലെ കഞ്ഞി നല്ല സന്തോഷമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അതിൽ കുറവുകളൊക്കെ നിങ്ങൾ പരിഹരിക്കണം. ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അയാളോട് എടുത്തിയടി പറയില്ല, സമത്വം നേരം വിളക്കോളം സമയമുണ്ടല്ലോ, പറയാൻ സമയമുണ്ട്. അതിൽ നിങ്ങൾക്ക് വല്ലതും ദേഷ്യം ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ പറയാം. പിന്നെ ചില ആളുകൾ അധികം സംസാരിക്കാത്ത ആളുകളാണ് ഉള്ളത്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും അവരെ കൂട്ടിപ്പിടിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ രണ്ടും കൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ഈ നാട്ടിൽ ജനിച്ച കുട്ടികൾക്ക് ഒരാൾക്ക് ഇതുവരെ ഒരു ജോലിയും കൊടുത്തിട്ടില്ല, ഒരു ജോലി സ്ഥാപനം കൊടുത്തിട്ടില്ല, അവരെ ഒരു പോലീസ് കേസും പരിഹരിച്ചിട്ടില്ല. ഈ പള്ളി കമ്മിറ്റികൾ ഇത്ര തോന്നിയാസം ചെയ്തിട്ട് ഇവിടുത്തെ ഒരു നിയമ സംവിധാനവും ഇല്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും കോടതികളൊക്കെ പൊളിച്ച് കളയുന്നതാണ് നല്ലത്. കാരണം നിയമം അനുസരിക്കാത്തതുകൊണ്ടാണ്. കുറച്ചൊക്കെ ചെയ്യണം, പൊതുജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മറ്റുള്ളവനെ മതം മാറ്റുക, അല്ലെങ്കിൽ അവരെ എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, ഇതൊക്കെ തെറ്റാണ്. എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല, അതൊന്നും നമ്മുടെ ജോലിയല്ല. അത് ആ ഭാഗത്തൊന്നും ചിന്തിക്കുകയേ ചെയ്യരുത്, അതൊന്നും നോക്കരുത്. നമുക്ക് സഹായം വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ മിണ്ടാതെ അവനവൻ്റെ പണിക്ക് പോവുക, അതാണ് ചെയ്യുക. എന്നെപ്പോൾ എല്ലാവരും അംഗീകരിക്കില്ല, പല കാര്യങ്ങളും ഞാനറിയില്ല, ഞാനിപ്പോൾ എന്താ ചെയ്യുക? അതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ, ആ ശരി ഞാൻ എൻ്റെ പണി നോക്കാം, നിങ്ങളും ഇങ്ങനെ ആവണം. 2 ദിവസം നിങ്ങൾക്ക് രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഒരു മനുഷ്യൻ്റെ ഗതിയിൽ ഒരു 10 ദിവസം മരുന്ന്, ഒരു 4 മാസം റെസ്റ്റ്, അതെന്തായാലും വരും. അതിൽ കൂടുതൽ സംവിധാനം. ഇപ്പോൾ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നതിന് 500 കൊല്ലം ഗുളിക കഴിച്ചാലും അവൻ്റെ രോഗം മാറില്ല, രോഗം ഏറിയിട്ട് മറ്റുള്ള രോഗങ്ങൾ വരിക. ഇങ്ങനെ ഓരോ സാധനങ്ങൾ. ഒരു ഓപ്പറേഷൻ ചെയ്ത ആൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. 8000 ഓപ്പറേഷൻ ചെയ്തവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇതൊക്കെ CPMൻ്റെ ഇരട്ടത്താപ്പ് നയങ്ങളാണ്. CPM പെടുന്ന ആളുകളെ തീവ്രവാദികളായിട്ട് കണക്കാക്കണം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശശി മാത്രമല്ല, ഇത്തരത്തിൽ ആരാ ഉള്ളതെന്ന് വിചാരിച്ചാൽ തെരഞ്ഞു പിടിക്കണം, ഇവൻ്റെ നട്ടലടിച്ച് പിടിക്കണം. അത് മാത്രമല്ല, ഇവൻ്റെ കൂട്ടക്കുടുംബങ്ങളുടെ മുഴുവൻ സ്വത്ത് പിടിച്ചെടുക്കണം. കാരണം ദുരിതം അനുഭവിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇവിടെ പോലീസ് കടിച്ചപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്ത അപേക്ഷ ഫുള്ളായിട്ട് ചവിറ്റുകൊട്ടയിലിട്ടു എന്നാണ് ഇവൻ്റെ പേരിലുള്ള കുറ്റം. ഇതൊരു ചെറിയ കുറ്റമായിട്ട് പരിഗണിക്കാനാവില്ല. ഇത്തരത്തിൽ ആരാണ് ചെയ്യുന്നതെങ്കിലും കാണണം. ഇവർ ചർച്ച ചെയ്യണം. ചില കേസുകൾ തീരുമാനിക്കാൻ കഴിയില്ല, ഇത് കൃത്യമായിട്ട് പറയണം. ഇതിന് ഞാൻ തീരുമാനിക്കില്ല എന്ന് കൃത്യമായിട്ട് പറയണം. അതിലവർക്കൊരു സമ്മാനമാണ്, നിങ്ങളത് അറിഞ്ഞു ചെയ്തില്ല എന്ന്. അതൊന്ന് ചിന്തിക്കണം. ഇത് തമാശ കളിയൊന്നുമല്ല. മുഖ്യമന്ത്രിക്കൊരു പരാതി അയക്കുന്നത് എന്തിനാ? കാര്യങ്ങൾ നടക്കാനാണ്. അങ്ങനെ പരാതി ഉള്ളതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന കറണ്ട്, ഫോണ് ഒക്കെ എൻ്റെ സംവിധാനമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള ഒരാൾക്കും അവർ ചെയ്യില്ല. അവർ കക്കുക, മുക്കുക, നക്കുക, പൊക്കുക അതിനെ നിൽക്കുള്ളൂ. കോൺഗ്രസ്സുകാരിൽ സമാനമാണ്. ആ കോൺഗ്രസ്സായി ത്രിവർണ്ണ പതാക പിടിച്ചു തന്നെയുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും വ്യത്യാസമില്ല. അതുപോലെ ലീഗരെ പരട്ട നായകളാണ്. എല്ലാവരെയൊന്നും പറയുന്നില്ല, എല്ലാവരെയൊന്നും ഞാൻ ഈ പറഞ്ഞതിലില്ല. തെറ്റുകൾ 1-2 പേര് തെറ്റ് ചെയ്താൽ അത് ഊക്കിപ്പിടിച്ച് വരുന്ന ആളുകളെയാണ്, അവരെയാണ് സൂക്ഷിക്കേണ്ടത്, മനസ്സിലായില്ലേ? എനിക്ക് നേരെ മയലുകൾ കൂടെ നിരവധി ദുർപ്രചാരണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉറവിടം നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ ഭാര്യ മരിച്ചിട്ട് എനിക്ക് പകരം ഒരു ഭാര്യ പടം എന്ന് പറഞ്ഞൊരു കല്യാണ പരിസരത്താണ്.
അതിന് തകരാറ് കളിച്ചിട്ടുള്ള ബ്രോക്കർമാരുണ്ടെങ്കിൽ പിന്നെ ബ്രോക്കർമാരും അനുബന്ധ പള്ളി കമ്മിറ്റിയിലെ പള്ളികളിലെ മൈലിയന്മാരും കത്തിയന്മാരും ശ്രദ്ധിക്കുക. ഞാൻ വരും. അത് നിങ്ങൾ കാണിക്കും നിങ്ങളെ ഞാൻ. കാരണം നിങ്ങൾ നുണ പറഞ്ഞ് മറ്റുള്ളവരെ വശീകരിച്ചിട്ടാണ് ഇതുവരെ ഉണ്ടാക്കിയത്. നിൻ്റെ തലമുറ ഉണ്ട് ഇവിടെ. നല്ല സൂക്ഷിച്ചോ. നിങ്ങളിവിടെ ഇരുന്നിട്ട് അന്യായം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ കയ്യിൽ പിടിച്ച് നുണ പറഞ്ഞാൽ നിങ്ങളെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇത് ചെയ്യപ്പെടുത്ത മൈലിയന്മാരോടും ഈ തെറ്റ് ചെയ്തിൽ വിരൽ ചൂണ്ടിയിട്ടുള്ള മൈലിയന്മാരോടും പിന്നെ പള്ളി കമ്മിറ്റി അംഗങ്ങളോടുമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കാരണം അനാവശ്യം നിങ്ങൾ നുണ പറയരുത്, മറ്റുള്ളവരെ അപഹരിക്കരുത്, വീടടിച്ച് വിളിക്കരുത്. അങ്ങനെ ഉണ്ടായില്ല, അതിന് പരിഹാരം ഉണ്ടായിരിക്കണം. നായകളെ ലീഗുകാരെ തന്നെ ഞാൻ ഈ പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ സമൂഹത്തിൽ എന്തോ ഒരു കാര്യം, ഞാനൊരു കല്യാണത്തിന് പോയിട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ഇതിൻ്റെ കാര്യത്തിന് വന്നതല്ല. എനിക്ക് കുട്ടികൾ പേരക്കുട്ടികളും കൂടി ക്ഷണിക്കുമ്പോൾ ഞാൻ അവിടെ അവരുടെ പിന്നാലെ പോകുന്ന, അല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടൊന്നും വല്ല. ഇവിടെ എത്രയായിരം പരിപാടികൾ നടക്കുന്നുണ്ട്, ഒന്നിനും ഞാൻ ഇറങ്ങിച്ചില്ലല്ലോ. എന്താ കാരണം? എനിക്കറിയാം, എനിക്ക് നിങ്ങളുടെ മാതിരിയാണെന്നില്ല, നല്ല ബോധമുണ്ട്. എൻ്റെ പേരക്കുട്ടികളുടെ കൂടെ എനിക്ക് പോകണം, അത് പോയേ പറ്റും. എല്ലാ ഭാഗത്തും കഴിയില്ല, അതിന് പറ്റും. ഇപ്പോൾ അവരെ സ്കൂളിലൊക്കെ പോയിട്ട് ഞാൻ പലതരോട് ചൂടാവണമൊക്കെ കാണില്ലേ, അത് എൻ്റെ മാതൃകാ ചേട്ടന്മാർ. അതുകൊണ്ട് വയസ്സന്മാർ ശ്രദ്ധിക്കണം, താൻ എന്താണ് പ്രവർത്തിക്കുന്നത്. ഇത്ര കാലം ജീവിച്ച് മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യാണ് ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രോഗം മാറിയിട്ട് കാണിക്കണം. അതിന് എന്ത് അറ്റം വരെയും ചെയ്യണം. ഇവിടെ മെഡിക്കൽ ചെക്കപ്പ് ഫുള്ളായിട്ട് തട്ടിപ്പാണ്. ഇംഗ്ലീഷ് മരുന്നുകാരും പഴയ ആയുർവേദക്കാരും കോട്ടക്കൽ ആയുർവേദശാല ചെയ്യുന്ന മുഴുവൻ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, തരികടയാണ്, കള്ളത്തരമാണ്, നിങ്ങളെ പറ്റിക്കാണ്. ഇതിൻ്റെ വാക്ക് കേട്ട് എന്നോട് നിങ്ങൾ പെരുമാറിയാൽ നിങ്ങൾക്ക് വരും. നീ ആരൊന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ പ്രാർത്ഥിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്നലെ ഒരു മൗലവി കുട്ടി പറയുന്നുണ്ട്, നല്ല പ്രസംഗമൊക്കെയാണ്. പക്ഷേ പ്രാർത്ഥിച്ചാൽ കിട്ടില്ല, പ്രാർത്ഥിച്ചാലൊക്കെ കിട്ടും. നിങ്ങൾ ജീവിതത്തിൽ നുണ പറയരുത്. പിന്നെ പ്രാർത്ഥിക്കണ ഭാഗം വെച്ച് പ്രാർത്ഥിക്കണം. അതിൻ്റെ കുറവ്. ജീവിതത്തിൽ നിങ്ങൾ നുണ പറയും, മറ്റുള്ളവരുടെ മുതൽ ഇതുപോലെ അക്രമം ചെയ്യാൻ നിങ്ങൾ കൂട്ടുന്നു. കള്ളനെ കൂട്ടു നിൽക്കുന്നത് കൊലയാടിയാണ്. മനസ്സിലായോ? നിങ്ങളുടെ മുന്നിൽ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അത് വേണ്ടാന്ന് അരുതേ എന്ന് പറയേണ്ട ഒരു ചുമതല നിങ്ങൾക്കുണ്ട്. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് നിങ്ങൾ അവരോട് പറയണം. അങ്ങനെ നിങ്ങൾ 4 പേര് പറഞ്ഞാൽ ആ കുറ്റം ചെയ്യണമെന്ന് നാട്ടിൽ ഒറ്റപ്പെട്ടു, അതറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ പിന്നെ അതിന് കൂട്ടുനിന്ന നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥന കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ കിട്ടുക? നിങ്ങൾ ഒരു സ്ഥലത്തുമില്ല. വെറുതല്ല നാട്ടിലെ കൊടുങ്കാറ്റടിക്കുന്നതും കടൽ പൊട്ടുന്നതും. അത് നിങ്ങൾ ചിന്തിക്കണം. ഇതിലൊക്കെ കുറ്റകൃത്യം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്കാണ് പങ്ക് എന്ന് കരുതണം. അപ്പോൾ ചിന്തിക്കണം. എൻ്റെ നാശനഷ്ടം ഉണ്ടാക്കി എൻ്റെ കല്യാണം മുടക്കിക്കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. 1, 2 അല്ല, നിരവധി കോടിക്കണക്കിന് നായകളെ. നിന്നെയൊക്കെ ഞാൻ ഇന്നല്ല, ഞാൻ കയ്യിലെടുക്കും. ഞാൻ ബുദ്ധിപൂർവ്വം ഓരോന്ന് ചെയ്യുന്നുണ്ട്.